ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ നമ്മുടെ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റ് ഓറിയന്റഡ് വാഹനമാണ്. ഷെവർലയുടെ വാഹനമാണ്. ഇപ്പോൾ ഇന്നത്തെ നിലവിലെ സിറ്റുവേഷനകത്ത് നമുക്ക് ഒരു നല്ലൊരു വാഹനം, നല്ലൊരു സെഡാനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പൈസ എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സെഡാനൊക്കെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന വളരെ ചിലവ് ചുരുക്കി നമുക്ക് എടുക്കാൻ പറ്റാവുന്ന, വിശ്വസിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു ബ്രാൻഡാണ് ഷെവർലെ. അപ്പോൾ ഷെവർലയുടെ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒപ്ട്രയാണ്. അപ്പോൾ ഒപ്ട്രയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു എന്താ പറയുക, ഒരു സെഡാൻ മോഡൽ വാഹനമാണ്. പിന്നെ ഈ വാഹനം സെക്കൻഡ് ഓണറാണ്. അതുകൂടാതെ തന്നെ പെട്രോൾ ഓപ്ഷനാണ്. 2003 ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ കാണിച്ചു തന്നേക്കാം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഒരു കണ്ടേക്കണം. പിന്നെ ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് ലേറ്റ് ആവണം. അപ്പോഴത്തേക്കും വാഹനങ്ങളൊക്കെ സെയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഒപ്ട്ര കണ്ടിട്ട് വരാം, ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷെവർലയുടെ ഒപ്ട്ര. അപ്പോൾ ഷെവർലെ ഒപ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാഹനമാണ്. ഷെവർലെ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിലും ഷെവർലയുടെ വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പെർഫോമൻസും അതുകൂടാതെ തന്നെ റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒപ്ട്രയെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒപ്ട്ര, ഇത് കാണുന്ന പോലെ തന്നെ ബ്ലാക്ക് എഡീഷനാണ്. ബ്ലാക്ക് എഡീഷൻ ഷെവർലെറ്റിൻ്റെ LS എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ വന്നേക്കണ ഒപ്ട്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ 2003 ഇതിൻ്റെ മോഡൽ വന്നത്. 2003 മോഡൽ സെക്കൻഡ് ഓണറാണ്. അതുകൂടാതെ തന്നെ പെട്രോൾ വേരിയൻ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കണ ഒപ്ട്രയാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഇതിന് എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വളരെ എന്താ പറയുക, ഷെവർലയുടെ വാഹനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ നല്ല ഒരു സൂപ്പർ കണ്ടീഷനിലൊരു വാഹനം ചെറിയൊരു റേറ്റിൽ നമുക്ക് സ്വന്തമാകണമെങ്കിൽ ഷെവർലയുടെ വാഹനങ്ങളായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നിങ്ങൾക്ക് സെഡാൻ വാഹനമാണ്. പിന്നെ റേറ്റും കാര്യങ്ങളും നോക്കണമെങ്കിൽ വളരെ ചെറിയ റേറ്റ് നമുക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും. റേറ്റും കാര്യങ്ങളും ഞാൻ പറയാം. 1.8 എഞ്ചിനാണ്. അതുകൂടാതെ തന്നെ ടയർ നമുക്ക് നോക്കിയേക്കാം. ടയർ ഒരു 70% ടയേഴ്സ് നിൽക്കുന്നുണ്ട്. പിന്നെ ഷെവർലയുടെ ആ ഒരു അലോയ് വീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കാം. ഫ്രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സ്ക്രാച്ച് അവിടെ ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ നമ്മൾ നോക്കണമെങ്കിൽ ക്രോമിൻ്റെ ആ ഒരു സംഭവം പോയിട്ടുണ്ട്. ചെറിയൊരു ഷേക്കും കൂടി ഉണ്ട് ഈ വാഹനത്തിന്. അതുകൂടാതെ നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് ക്ലീനായിട്ട് നോക്കിയേക്കാം. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ലൈൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ടയർ നോക്കാം. ടയർ നമുക്ക് 70% ടയേഴ്സ് നമുക്കിവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അലോയ് വീൽസ് നോക്കുകയാണെങ്കിൽ അലോയ് വീൽസ് മൾട്ടി സ്പോക്സ് വന്നേക്കണം. ഷെവർലയുടെ ഒറിജിനൽ കമ്പനി അലോയ്സും കാര്യങ്ങളൊക്കെ തന്നെ വന്നേക്കണം. സൈഡ് പ്രൊഫൈൽ നോക്കിയേക്കാം. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഇവിടെ സ്ക്രാച്ച് എന്ന് വേണ്ട നമുക്ക് ലെഫ്റ്റ് അല്ലെങ്കിൽ ബാക്ക് ഡോറിൻ്റെ അവിടെ അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളും കൂടെ കാണാൻ പറ്റുന്നുണ്ടോ. അതുകൂടാതെ ഇവിടെയും നമുക്ക് സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ടയർ നോക്കാം. ടയർ നോക്കുമ്പോൾ ബാക്കിൽ നല്ല ഗ്രിപ്പുണ്ട്. ഒരു 80% മുകളിൽ ബാക്ക് ടയേഴ്സിൽ ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. സൈഡിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചുകളുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡീഫോഗർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്ക്രാച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ചെറിയൊരു പെയിൻറ്റിങ് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വന്നേക്കാം. റൈറ്റ് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഇവിടെ സ്ക്രാച്ച് എന്ന് പറയാനായിട്ട് കാര്യമായിട്ടില്ല. പക്ഷേ ഇവിടെ ചെറിയ രീതിയിൽ ബൾജിങ് കാര്യങ്ങൾ പെയിൻറ്റിങ്ങിൽ നമുക്കൊന്ന് ചെറിയൊരു ബൾജിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ നോക്കിയേക്കാം. ഇവിടെ നോക്കുമ്പോൾ 4 പവർ വിൻഡോ വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്കിവിടെ മിറർ കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടേക്കാം. ഇൻറ്റീരിയർ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വുഡൻ ഫിനിഷിൽ വന്നേക്കണം ആ ഒരു ഇൻറ്റീരിയർ കിട്ടിയാണല്ലോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. മിഡിലിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൂടാതെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റൊക്കെ കാണാം കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ സീറ്റ് നിൽക്കുന്നത്. ഇവിടെ മുകളിൽ പഴയ രീതിയിലുള്ള മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ ഇവിടെയും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. കൺട്രോളും കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നില്ല. ഇനി ഇതിൻ്റെ കിലോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. കിലോമീറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാം. കിലോമീറ്റർ നോക്കുമ്പോൾ 1,26,000 കിലോമീറ്റർ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചിട്ട് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡ് എങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നത് നമുക്ക് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ പവർ വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഫ്ലോർ നോക്കാം. സീറ്റ്സ് നോക്കാം. സീറ്റ്സൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു ആണോ. മിഡിലിൽ നമുക്ക് ആംറെസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നോക്കാം. മൊത്തത്തിൽ ഫുള്ള് വ്യൂ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിനും അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളൊന്ന് പരിചയപ്പെട്ടേക്കാം. അപ്പോൾ എഞ്ചിൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ലിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷെവർലയുടെ ഒപ്ട്രയുടെ ആ ഒരു എഞ്ചിൻ ഭാഗം. അപ്പോൾ എഞ്ചിൻ ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇത് 2003 ഇതിൻ്റെ മോഡൽ എന്നെങ്കിലും അന്നത്തെ ആ ഒരു എഞ്ചിൻ്റെ ഒരു അച്ചടക്കം നിങ്ങൾക്ക് കാണാം. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചേക്കണം ആ ഒരു എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പെട്രോൾ ഓപ്ഷനാണ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെ തന്നെ എല്ലാ ഭാഗവും ഞാൻ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എൻ്റെ ഒരു കണ്ടേക്കാം. ഞാൻ എഡ്ജ് ടു എഡ്ജ് വ്യൂ വന്നേക്കും. എന്തെങ്കിലും രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം മെയിൻറ്റെയിൻ ചെയ്തേക്കണം. ബാക്കി ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. നേരിട്ട് വരുന്ന നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ലിഡിൻ്റെയും കൂടി ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. ലിഡിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് നോക്കിയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ, ബൂട്ടിൻ്റെ സ്പേഷ്യസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ ചെയ്യണം. ഓക്കെ, ബൂട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ വിശാലമായിട്ടുള്ള ബൂട്ടാണ് കേട്ടോ. വിശാലമായിട്ട് തന്നെ ഇരിക്കുന്ന ബൂട്ട്, നല്ല രീതിയിൽ ലഗേജ് കൊള്ളാൻ പറ്റാവുന്ന ഒരു ബൂട്ട്. കൂടാതെ നമുക്ക് പ്ലാറ്റ്ഫോമിന് അപ്പ് ചെയ്യാം. ടയറും കാര്യങ്ങളൊക്കെ കൂടെ കാണാം. അതിലെ ക്യാബിൻ കാണാം കേട്ടോ. ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു, കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ലിഡിൻ്റെയും കൂടി ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഒപ്ട്രയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടതാണ് ഷെവർലയുടെ ഒപ്ട്ര. അപ്പോൾ ഒപ്ട്രയെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു എന്താ പറയുക, നമുക്കൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് വാഹനമാണ്. ഷെവർലയുടെ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ അങ്ങനെയാണ്. വളരെ റേറ്റ് കുറച്ച് നമുക്ക് കിട്ടാവുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ഷെവർലെ. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും സ്ട്രോങ്ങും ബോഡിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം തന്നെയാണ് ഈ ഒരു ഒപ്ട്ര. അപ്പോൾ ഒപ്ട്ര ഇത് 2003 ഇതിൻ്റെ മോഡലാണ്. 2003 മോഡൽ. പിന്നെ പെട്രോൾ വേരിയൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 1 lakhന് മുകളിൽ കിലോമീറ്റർ വാഹനം ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. പെട്രോൾ ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ മുന്നേ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 99,000 99,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പർ അതേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോണും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒരുപാട് വാഹനങ്ങൾ അതിനപ്പോഴുണ്ട്. നമുക്ക് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.